ഈ ഏത്തയ്ക്ക നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഈ ശൗരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു തേങ്ങയുടെ പാല് 1-ാം പാലും 2-ാം പാലുമായിട്ട് മാറ്റിയെടുക്കണം. ആ ശൗരി പകുതി ഭാഗം ആ പകുതി വെന്ത ശൗരിക്കകത്തോട്ട് നമ്മൾ പേസ്റ്റ് പോലെ അടിച്ചു വെച്ച ഏത്തയ്ക്കയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനകത്തോട്ട് കുറച്ച് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഇളക്കി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. അത് രണ്ടും കൂടെ ചേർന്ന് ഇനി അങ്ങ് വെന്ത് കുറുകി വരും. അപ്പം ഞാൻ 2-ാം പാല് കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഏത്തക്കയും ശൗരിയും എല്ലാം അതിനകത്ത് വെന്ത് കുറുകി. ഇനി അതിനകത്തോട്ട് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിരിക്കും, അഴുക്കൊക്കെ കളഞ്ഞ് ആ ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടിയിട്ടു. നെയ്ക്കകത്തോട്ട് ഈ കാഷ്നട്ടും ബദാമും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ടും ബദാമും ആ നെയ്ക്കകത്തോട്ട് വേണ്ട കുറേ അവല് ഒന്ന് വറുത്തെടുക്കാം. ഇതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇന്ന് 1-ാം പാലില്ലേ അത് ഒഴിച്ചെടുക്കുക. ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അടയും സേമിയയും ഇല്ലാത്ത ഓണ സ്പെഷ്യൽ പായസം. അല്പം നേരം തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ കുറുകും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഏത്തയ്ക്ക വെച്ചുള്ള ഒരു പായസം. ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടാവും. അടപ്പായസവും സേമിയ പായസവും ഒക്കെ മാറി നിൽക്കും. ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ഒരു പായസം, ഏത്തയ്ക്ക വെച്ചുള്ള പായസം. അവലൊക്കെ ഉണ്ടായാലും നല്ല ക്രിപ്സിയായിട്ട് കടിക്കുന്നുണ്ടായിരിക്കും നമുക്ക്. ഓക്കെ, ഇതേപോലെ അവലൊക്കെ വറുത്തിട്ട് ഏത്തയ്ക്ക വെച്ച് ഒരു പായസം ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ.